ശ്രീ വി ഡി സതീശൻ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഒരു വലിയ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിയമസഭാ സമ്മേളനം ചെയ്യുന്നത്. സ്വാഭാവികമായും ആദ്യ ദിവസം നടക്കുന്ന പൊതുഭരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ രാഷ്ട്രീയം കടന്നു വരുന്നത് സാധാരണയാണ്. ജയിച്ചവർ അഭിമാനത്തോടെ പറയും, തോറ്റവരതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. സാർ, ഞങ്ങൾക്ക് നല്ല വിജയമുണ്ടായിട്ടുണ്ട്, അഭിമാനകരമായ വിജയമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷവും വോട്ടർമാരോടും നന്ദിയുണ്ട്. സാർ, ഈ അഭിമാന ബോധം അത് അഹങ്കാരത്തിലേക്ക് പോവില്ല. അത് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്കാണ്. തിരഞ്ഞെടുപ്പ് വിജയവും തോൽവിയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവും. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോൽവിയും എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയമായിരിക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വിജയമുണ്ടായി. സാർ, വിജയിച്ചാലും എന്തുകൊണ്ടാണ് വിജയിച്ചതെന്ന് പഠിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജയിച്ചത്, പരാജയപ്പെട്ടാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവ പാഠങ്ങളുണ്ട്, ചില അപകടകരമായ സൂചനകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, നിങ്ങൾ അധികാരത്തിൽ വരാറുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരാറുണ്ട്, നമ്മൾ മാത്രമാണ് അധികാരത്തിൽ വരാറുള്ളത്. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയം പോകരുത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചില അപകടകരമായ സൂചനകൾ. നമ്മൾ പരസ്പരം ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ അപകടകരമായ സൂചനകൾ കാണാതെ പോകരുത്. സർ, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായ ഒരു ജീർണതയും ഒരു ഡീജനറേഷനും ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നിങ്ങൾ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മതി. ഞാൻ ചില ബൂത്തുകളിൽ ഒരു ബൂത്ത് പരിശോധിച്ചു, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ. ഞങ്ങൾക്ക് 26 വോട്ട് മാത്രമുള്ളൊരു ബൂത്താണ്. 26 വോട്ട്. ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ബൂത്താണ്. നിങ്ങളുടെ പാർട്ടി ഗ്രാമം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സാർ, അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് 440 വോട്ടാണ്. 140 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 26 വോട്ട് മാത്രമുള്ള ഞങ്ങൾക്ക് കിട്ടിയത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് പല സന്ദർഭങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങളുടെ പരമ്പരാഗതമായ സ്ഥലങ്ങളിലുണ്ടായ ഒരു ഇറോഷൻ, അത് ചില സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ചില സ്ഥലത്ത് അത് BJPയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. സാർ, ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു വോട്ട് കുറഞ്ഞ് നിങ്ങളിലേക്കോ BJPയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കും. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് ഞങ്ങളത് അവതരിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ സെക്യുലറാണ്. സാർ, അത് മൈനോറിറ്റി മാത്രമല്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും സെക്യുലറാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് മെജോറിറ്റി കേരളൈറ്റ്സ് അവർ സെക്യുലറാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഡൽഹിയിൽ ഒരു ആൻറ്റി കമ്മ്യൂണൽ ആൻറ്റി ഫാസിസ്റ്റ് പ്ലാറ്റ്ഫോം, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി അതാണ്. ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ്? ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് 0 ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇല്ല. അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഡൽഹിയിലൊരു സെക്യുലർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകാൻ കോൺഗ്രസ് വേണം, ഇവിടെ UDF വേണം എന്നൊരു ധാരണ സെക്യുലറായ ആളുകളുടെ മനസ്സിലുണ്ടായി. ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച്, സംഘപരിവാർ ഗവൺമെൻറ്റിനെ കുറിച്ച് ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. സർ, രണ്ടാമത്തെ ഞങ്ങളുടെ നറേറ്റീവ്, ഞങ്ങൾ ഈ ഗവൺമെൻറ്, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലം ഉൾപ്പെടെയുള്ള അതിനു മുൻപുള്ള പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നടപടികൾ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത്, ഓരോ വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടായ ഒരു ഇര എല്ലാ വീട്ടിലും ഉണ്ടാവും, എല്ലാ വീട്ടിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ നന്നായി പറഞ്ഞു. ഞങ്ങൾ പൊളിറ്റിക്കലല്ലേ. നിങ്ങൾ ശ്രമിച്ചത് എന്താ? നിങ്ങൾ നവകേരള സദസ്സ് നടത്തി നിങ്ങൾ വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. നിങ്ങളുടെ നവകേരള സദസ്സും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും പൊളിഞ്ഞ് പാളിസായി. അതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ല. അതൊരു നാടകമായി ജനങ്ങൾ കണ്ടു. ഞങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ നെറേറ്റീവ്, നിങ്ങളും BJPയും തമ്മിൽ ഒരു അവിശുദ്ധമായ, ഒരു അൺഹോളി നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട്. സാർ, തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു. നിങ്ങളുടെ നേതാക്കളും BJPയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ്. നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ? ഒരുമിച്ച് ബിസിനസ് നടത്തിയ
ആദ്യം നിഷേധിച്ചു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളുണ്ട്. ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ BJP നേതാക്കളും CPM നേതാക്കളുമായി മാറി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ BJPയുടെ ചുമതല വഹിക്കുന്ന ആളായിരുന്നു മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ, പ്രഭാരി അല്ലേ, അവരുടെ ചുമതല. ആ ചുമതല വഹിക്കുന്ന BJPയുടെ നേതാവിനെ എന്തിനാണ് LDF കൺവീനർ പോയി കണ്ടത്? എന്ത് കാര്യം പറയാനാണ് പോയി കണ്ടത്? അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരുപോലെയല്ലേ? എൻ്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ താമസിക്കുന്നത്. അന്ന് പോണ വഴിക്ക് ഒന്ന് VD സതീശനെ കണ്ടു കളയാന്ന് പറഞ്ഞിട്ട് പ്രകാശ് ജാവദേക്കർ എൻ്റെ വീട്ടിലേക്ക് കയറിയില്ലല്ലോ. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പം, ഞാനും എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. കേരളത്തിൻ്റെ BJPയുടെ ചുമതലയുള്ള പ്രഭാരി എന്തിനു കാണണം? കാണേണ്ട കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നിങ്ങളെ കരുവന്നൂരിൽ നിങ്ങളെ വിരട്ടിയല്ലേ നിർത്തിയത്. ED വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ ആളുകളെ വിളിക്കും, മൊഴി കൊടുക്കാൻ വിളിക്കും. എന്നിട്ട് ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും, അറസ്റ്റ് ചെയ്യില്ല, അടുത്ത ആഴ്ച വരാൻ പറയും. അങ്ങനെ 3 ആഴ്ചയും 4 ആഴ്ചയും നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ED വിളിച്ചു വിരട്ടി ഏത് സമയവും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കി, ഡെമോക്ലീസിൻ്റെ വാള് പോലെ ആ അറസ്റ്റ് ഭീഷണി ഉണ്ടാക്കി നിങ്ങളുടെ ലീഡർഷിപ്പിനെ മുഴുവൻ അവർ വിരട്ടി നിർത്തിയില്ലേ? നിങ്ങൾ പേടിച്ചു പോയില്ലേ സത്യത്തിൽ? ഇപ്പം അത് ചെയ്യും, അവിടെ പിടിമുറുക്കും, ഇവിടെ പിടിമുറുക്കും. അപ്പോൾ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയിൽ നിങ്ങൾ ഭയന്ന് വിറച്ചു പോയി. അതാണ് അവിടെ ഉണ്ടായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം. നിങ്ങൾക്കുണ്ടായ തോൽവിയൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ അടിത്തറ ഇളകി പോകുന്നതിനോട് ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണ്, അത്രയും താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ നിങ്ങളുടെ അടിത്തറ ഇളകി പോയാൽ അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് BJPയാണ്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ദേശീയ തലത്തിലും സംഘപരിവാറിനോടും അവരുടെ ആശയങ്ങളോടും അവരുടെ ഐഡിയോളജിയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടന്ന ആൾ. അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തകർന്ന് തരിപ്പണമാകണം എന്ന് ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങളുടെ ഈ പോക്ക് നിങ്ങളിപ്പോഴും ഞാൻ ചെയ്യട്ടെ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ക്യാപ്സൂളല്ല ഇപ്പോഴും നിങ്ങൾ പറയണം. സെയിം സാധനം. ആ സാധനം ആളുകളത് അക്സെപ്റ്റ് ചെയ്തില്ല. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമുണ്ട്, കോൺഗ്രസ് BJPക്ക് ആര് വിശ്വസിക്കാനാണ്? കേരളത്തിൽ ഈ രാജ്യത്ത് ആര് വിശ്വസിക്കാനാണ്? അതൊക്കെ പഴയ ക്യാപ്സൂളാണ്. തോറ്റു കഴിഞ്ഞിട്ടും അത് മനസ്സിലാകാതെ നിങ്ങളിപ്പോഴും അതേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളിലുണ്ടായിരുന്നു, ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരുടെ ഇടയിൽ നിന്നാണ്. നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ നാട്ടിൽ. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ഇപ്രാവശ്യം, ഒരു സംശയമില്ല. കാരണം എന്താ, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾ വലിയ തിരുത്തലൊന്നും വരുത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളിങ്ങനെയൊക്കെ തന്നെ പോകുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത്. പക്ഷേ അപകടം വരുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറും. ശരി, നിങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പണ്ട് ഇവിടെ IPCC റിപ്പോർട്ട് കൊണ്ടുവന്നു. 195 രാജ്യങ്ങളിലെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കേരളം അപകടകരമായ സ്ഥലത്താണെന്ന് പറഞ്ഞു. സാർ ഇപ്പം എന്താ സാർ? ശരി, ഇന്ന് രാത്രി മുഴുവൻ മഴ പെയ്ത ഈ തലസ്ഥാന നഗരിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റുമോ? കോഴിക്കോട് ഇറങ്ങാൻ പറ്റുമോ? ഏതെങ്കിലും ജില്ലയിൽ ഇറങ്ങാൻ പറ്റുമോ? സാർ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു മഴക്കെടുതിയെ അഡ്രസ്സ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഈ ഒരു മൺസൂൺ വന്നാൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്താണെന്ന് മൺസൂൺ വന്നു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഒരു പ്രീ മൺസൂൺ വന്ന് 2 രാത്രി മഴ പെയ്തപ്പോൾ വെള്ളത്തിലായി കേരളം. നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സാധാരണ ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രാവശ്യം ഈ കാനകൾ പോലും വൃത്തിയാക്കിയില്ല, ഓടകൾ പോലും വൃത്തിയാക്കിയില്ല. നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഇല്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അഡ്രസ് ചെയ്യാനില്ല. സർ, ഓരോ വിഷയം എടുത്താൽ അതാണ് പ്രശ്നം. ഇപ്പോൾ പൊതുജന ആരോഗ്യം ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകളാണ് സാർ മരിക്കുന്നത്? ഈ കോവിഡ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊണ്ടാണോ? നിങ്ങളുടെ സർക്കാരിന് കുഴപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. വാക്സിനേഷൻ കൊണ്ടാണോ ആളുകൾ മരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് കൊണ്ടാണോ മരിക്കുന്നത്? ഒരു കാര്യമാണ്, നമ്മളെല്ലാം MLA-മാരാണ്, മരിച്ച വീടുകളിൽ പോകുന്നവരാണ്. സാർ, ചെറുപ്പക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ. സ്ട്രോക്ക് വരികയാണ് വ്യാപകമായി.
കാർഡിയാക് കംപ്ലൈൻസ് ഉണ്ടാവുകയാണ് കേരളത്തിൽ, വ്യാപകമായി ഉണ്ടാവുകയാണ്. നിങ്ങൾ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് പറയുന്നത്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട്. അപകടകരമായ രീതിയിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മാറുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ ഉണ്ട്? സാർ, ഇവിടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് പോസ്റ്റ് കോവിഡ് ആനന്തരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ എടുത്തുകൊണ്ട്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും സയൻറ്റിഫിക് ആയിട്ട് ആഗോളതലത്തിൽ തന്നെ എവിഡൻസ് ഇല്ല. പക്ഷേ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഇതിന് ശേഷം കോവിഡ് വന്നവർക്ക് കാർഡിയാക് അറസ്റ്റ് ഉൾപ്പെടെ വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട്. ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ അവലോകനവും സ്റ്റേറ്റ് ഹെൽത്ത് എന്ന നിലയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മരണനിരക്ക് കൂടുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല എന്നുള്ളത് ഈ സഭയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങ് എഴുന്നേറ്റപ്പോൾ തന്നെ പറയുമെന്നറിയാം, ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ സംസാരിക്കുന്നത്. ഞാൻ ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് പറഞ്ഞില്ല, ജീവിതാനുഭവങ്ങളാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, അപകടകരമായ കാര്യം. ഞാൻ പണ്ട് ഇതുപോലെ വന്ന് നിയമസഭയിൽ പറഞ്ഞതാണ്, നിങ്ങൾ 25,000 പേരുടെ പേര്, കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാണ്. അത് 21,000 പേരായി അവസാനം പുറത്തു വന്നപ്പോൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കൊണ്ട് മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് വന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. 1ാമത്തേത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ നിങ്ങളവിടെ ഇരിക്കും, ഞാൻ സംസാരിക്കണം. അല്ല, ഞാൻ പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞാണ് 3 ഇരട്ടിയാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ, മഹാരാഷ്ട്രയുടെ 3 ഇരട്ടിയാണ് മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ. എന്നിട്ട് കേരളം നമുക്ക് ഫെയിലിയർ ആയിരുന്നു നമ്മൾ അഡ്രസ് ചെയ്തത് കോവിഡിനെ. പോസ്റ്റ് കോവിഡ് പീരീഡിനെ കുറിച്ച് ഒരു ഡാറ്റയും സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിലില്ല, ഒരു ഹെൽത്ത് ഡാറ്റയും ഇല്ല. അപകടകരമായ സർ, ഇതെന്താ സർ എന്നെ ശല്യപ്പെടുന്നത്? ഞാൻ അതൊക്കെ മറുപടി പറയുമ്പോ മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്. ഇതെടുത്ത് നോക്ക്, ഇതെടുത്ത് വായിച്ചു നോക്ക്. മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവകാശമുണ്ട്. എന്നെ ശല്യപ്പെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട്, മന്ത്രിക്ക് വേണമെങ്കിൽ. സർ, ഇത് വളരെ സീരിയസ് ആണ് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത്. ഞാൻ ആരെയും ഭയപ്പെടുത്തുകയും ആരെയും പേടിപ്പിക്കുകയൊന്നുമില്ല. ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യും. നിങ്ങൾ ഡാറ്റ ഉണ്ടെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലം ഈ കേരളത്തിൽ നടക്കുന്ന മരണങ്ങളെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യും. ഒരു ഡാറ്റയും ഇല്ല, ഒരു സ്ഥലത്തും പരിശോധന നടത്തിയിട്ടില്ല. ഇത് എന്താ ഇത്ര അസ്വസ്ഥരാവുന്നത്? ഒരു ഡാറ്റയും ഇല്ല കേരളത്തിൽ. കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഞങ്ങളുടെ അലിഗേഷനാണ്. നിങ്ങൾ മറുപടി പറഞ്ഞോ, ഞങ്ങളുടെ അലിഗേഷനാണ്. ഇതെന്തത്? ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് ഒരു സംഭവം കേരളത്തിലില്ല. നിങ്ങൾ ഒരു വിഷയം അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യുന്നത് എന്താ? ആരോഗ്യരംഗത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് ചോദിക്കും. നിങ്ങൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് എല്ലാം കൂടി വെച്ചിട്ടൊരു വലിയ 3-4 വോളിയുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യണം. ഒരു നടപടി എടുക്കില്ല. ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. സാർ, 6 മാസക്കാലത്തെ പെൻഷൻ എവിടെ? നിങ്ങൾ 6 മാസം ആർക്കാ പെൻഷൻ കൊടുക്കാറുള്ളത്? 55 ലക്ഷം പേർക്ക്. ആർക്കാ? അഗതികൾക്ക്, വിധവകൾക്ക്, പ്രായമായവർക്ക്, ഇല്ലേ, ഭിന്നശേഷിക്കാർക്ക്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, പാവങ്ങൾക്കല്ലേ 55 ലക്ഷം പേർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ നിങ്ങൾ ഈ കാലാവധിയിലും ബുദ്ധിമുട്ടിയത്. അത് 55 ലക്ഷം. ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത് 45 ലക്ഷം പേർക്കാ. സർ, കേരളത്തിൽ ഇനി ഏത് ക്ഷേമനിധി ബാക്കിയുണ്ട്? എത്ര ക്ഷേമനിധി പൊളിഞ്ഞു? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 16 മാസമായി കൊടുത്തിട്ട്, 16 മാസം. എന്നിട്ട് മന്ത്രി പറയാ പഞ്ചായത്ത് എടുക്കണോ, ലേബർ ഡിപ്പാർട്ട്മെന്റ് എടുക്കണോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാണ്. 16 മാസമായിട്ട് നിങ്ങൾ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. എല്ലാ ക്ഷേമനിധിയും നിങ്ങൾ എടുത്തു നോക്ക്. അംഗൻവാടി ജീവനക്കാരുടെ ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി, സാറെ തകർന്ന് തരിപ്പണമായി. അപ്പൊ അത് 45 ലക്ഷം, മറ്റേത് 50 ലക്ഷം. അതേ ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട്.
എവിടെ കാരുണ്യ ബെനവലന്റ് സ്കീം? ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ സാറേ എനിക്ക് കുറച്ച് നേരം സംസാരിക്കാം. സ്വകാര്യ ആശുപത്രിയിൽ അത് അറിയാലോ, സാധാരണ പൊതുഭരണത്തിൽ സംസാരിക്കും. സാർ ഇത് കീഴ്വഴക്കം ഉണ്ടല്ലോ സാറിന്, ഇത് മനസ്സിലാക്കണം. കാരുണ്യ ബെനവലന്റ് സ്കീം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കാസ്പിന്റെ കാർഡ് എടുക്കുമോ? എത്ര കോടി രൂപയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? നിങ്ങൾ ജീവനക്കാർക്ക് 19% ഗഡു കൊടുക്കാനുണ്ട് ഇല്ലേ? DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. പെൻഷൻകാർക്ക് DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അടുത്ത ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ശുപാർശ നടപ്പാക്കേണ്ടത് 1/7/2024 ജൂലൈ 1 പേ കമ്മീഷൻ പോലും വെച്ചിട്ടില്ല. കഴിഞ്ഞ പേ കമ്മീഷന്റെ ശുപാർശകൾ പോലും പരിഷ്കരണ കുടിശ്ശിക പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. 10, 30,000, 40,000 കോടിയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. നിങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാർ, മാവേലി സ്റ്റോറിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു സാധനമില്ല, വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര ആയിരം കോടിയാണ് നിങ്ങൾ സപ്ലൈക്ക് കൊടുക്കാനുള്ളത്? സാർ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തിയവർക്ക് സപ്ലൈ കൊടുത്തോ? പൈസ കൊടുത്തോ? പ്രോപ്പറായിട്ട് അവർക്ക് മരുന്ന് വിതരണം നടത്താൻ സാർ പറ്റുന്നുണ്ടോ? KSRTCയുടെ സ്ഥിതി എന്തായി? അത് ബ്രിമ്മിലാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 1083 കോടി രൂപയുടെ നഷ്ടം മാത്രം, അതായത് ക്യുമുലേറ്റീവ് ലോസ്, ഇത്രയും വർഷക്കാലത്തെ നഷ്ടം മാത്രം ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ ഇന്നത്തെ നഷ്ടം എത്രയാ? 40,000 കോടി രൂപയാണ്. 40,000 കോടി. 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി മേടിക്കാൻ കരാറുണ്ടാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ നിങ്ങൾ റദ്ദ് ചെയ്തു. 4 രൂപ 29 പൈസ യൂണിറ്റിന് 25 കൊല്ലം മേടിക്കും. എന്നിട്ട് നിങ്ങൾ ഈ വേനൽക്കാലത്ത് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാമോ? 4 രൂപ 29 പൈസയുടെ കരാർ അഴിമതിയാണെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്ത് നിങ്ങൾ 8 രൂപ തൊട്ട് 12 രൂപ വരെയാണ് വൈദ്യുതി മേടിച്ച്. ഒരു ദിവസം 10-15 കോടി രൂപയായിരുന്നു ഈ വൈദ്യുതി ബോർഡിന് നഷ്ടം. ആരാണ് സാർ ഭരിക്കുന്നത്? അങ്ങനെ ഒരു ഭരണമുണ്ടോ? അതൊക്കെ പഴയ ക്ലീശേ വന്ന ചോദ്യം. ഞാനതൊന്നും ചോദിക്കുന്നില്ല. ഏത് വിഷയമാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? ഏത് വിഷയമാണ് സാർ? കാർഷിക മേഖല ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ 50% വരുമാന വർധന ഉണ്ടാക്കുന്ന പറഞ്ഞു കർഷകർക്ക്. 250 രൂപ റബ്ബറിനാക്കുമെന്ന് പറഞ്ഞു. അതിന് കത്തെഴുതി കേന്ദ്രത്തിലേക്ക് 250 ആക്കണം. ഏതെങ്കിലും ഒരു കർഷകന്റെ വരുമാനം കുറഞ്ഞതല്ലാതെ കൂടിയോ? നിങ്ങൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ വിഷയം, വന്യജീവി ശല്യം ഉണ്ടായി. 10-30 ലക്ഷം ആളുകൾ ഭീതിയിലാണ് വനാതിർത്തികളിൽ. പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിച്ചെന്ന് പറയും. ഇപ്പോഴുള്ള റിസൾട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം കേരള. എൻ്റെ റേറ്റ് 31% തൊഴിലില്ലായ്മ. സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് കേരളം വരികയാണ്. സാർ, തീരപ്രദേശത്തെ ജനങ്ങളുടെ വറുതി, മണ്ണെണ്ണ കൊടുക്കാത്ത വിഷയം, അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ആരഡ്രസ് ചെയ്യുന്നു? ആദിവാസി പ്രശ്നങ്ങൾ. നിങ്ങൾ ആദിവാസികളുടെ ഭവന നിർമ്മാണ പദ്ധതി ലൈഫിലേക്ക് ചേർത്തതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയും പൊളിഞ്ഞു, പട്ടികജാതിക്കാരുടെയും പൊളിഞ്ഞു, പട്ടികവർഗക്കാരുടെയും പൊളിഞ്ഞു. സാധാരണഗതിയിൽ ഒരു വർഷം ആ വകുപ്പുകൾ ഉണ്ടാക്കിയിരുന്ന വീടിൻ്റെ പകുതി വീടുകൾ ഇപ്പോൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ലൈഫ് വഴി പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊടുക്കുന്നതിൻ്റെ എത്ര % പൈസയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ? കഴിഞ്ഞ വർഷത്തെ പ്ലാൻ എന്തായിരുന്നു? നിങ്ങൾ ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കാനുണ്ടോ? ഒന്നാമത്തെ ഗഡു കൊടുത്തു. രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു. എന്നിട്ട് ഡിസംബറിൽ ഈ ഗഡു രണ്ടാമത്തെ ഗഡു കൊടുത്തോടുകൂടി ട്രഷറിയിൽ പേയ്മെന്റ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അത് കിട്ടാതായി. മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. ഏതെങ്കിലും കാലത്ത് ഒരു ഗഡു മാത്രം ലോക്കൽ ബോഡിക്ക് ലോക്കൽ ബോഡിയെ നിങ്ങൾ കഴുത്ത് ഞെരിച്ച് കൊന്നും നിങ്ങളുടെ പൈസയിലെങ്ങളിൽ നിങ്ങൾ അതിരൂക്ഷമായ, കേരളം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുകയാണ്. അത്രമാത്രം കടക്കെണിയിലാണ് നിങ്ങളത് മറികടക്കാൻ വരുമാനം വർദ്ധിപ്പിച്ച് ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയുണ്ടോ? ഒരു കൊല്ലം മുമ്പ് ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ്, 25,000 കോടി രൂപ IGSTയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു വർഷം 5,000 കോടിയെന്ന്. ശരിയാണ്, നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. ഒരു കൊല്ലമായിട്ട് ഈ IGST തിരിച്ചു പിടിക്കുക. ഇപ്പം 30,000 കോടിയായി. ആദ്യം എന്നെ കളിയാക്കി 5,000 കോടിയെന്ന് ചോദിച്ചു. പക്ഷേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ വന്നു, ഇത്രയും പണം നഷ്ടമായി. 30,000 കോടി IGSTയിലെ സെൻട്രൽ പൂളിൽ കിടക്കുക. കിട്ടാനുള്ള വഴി നോക്കിയോ?
വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്ത് മെഷർ എടുത്തു? ഇപ്പം GST പുനഃസംഘടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. GST ഇപ്പോഴും അതിൻ്റെ സ്ട്രക്ചർ റൺ ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഇതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം ഇതല്ല. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല. പക്ഷേ IGST സെൻട്രൽ പൂളിൽ കിടക്കുകയാണ്, എടുക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഈ സെൻട്രൽ പൂളിൽ കിടക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം തന്നെ ഇല്ല. രാവിലെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴും ഈ IGST ഇനത്തിൽ കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ഞാൻ തന്നെ ഒരു പഠനം നടത്താൻ വേണ്ടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതാണ്. അതിനകത്ത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു കണക്ക് ഇങ്ങനെ വരാം എന്ന് ഉള്ള കാര്യം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു കണക്കാണ്. IGSTയുടെ ഭാഗമായിട്ട് നമുക്ക് വരേണ്ട, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു 10% നമുക്ക് ഇവിടെ വരുമാന വർധന വരുമ്പോൾ IGST വരുമാന വർധന 3% വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി GST കൗൺസിലിൽ പറഞ്ഞു, നേരത്തെ അൺക്ലെയിംഡ് പോർഷനായിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വരേണ്ടത് പലതും വരുന്നില്ല. നമുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലത്. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നതെങ്കിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ടൊരു പൂളിൽ അവിടെ കുറേ പണം കിടക്കുന്നുണ്ട്. ആ പണം ഇങ്ങോട്ട് വരിക എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അങ്ങ് ധാരണക്കുറവ് കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ IGSTയുടെ സമ്പ്രദായം എങ്ങനെയാണ് എന്നുള്ളത് അങ്ങേക്കറിയാം. IGSTയുടെ ഒരു പൂളിൽ നിന്ന് ഇങ്ങോട്ട് പണം വരാത്ത പ്രശ്നമല്ല. GST സമ്പ്രദായത്തിനുള്ള പോരായ്മ കാരണം നമ്മളെപ്പോലുള്ള സ്റ്റേറ്റുകൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. ഈ പ്രശ്നം ഇത്തരം സ്റ്റേറ്റുകൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ എത്രയാണ് എന്നുള്ള കൃത്യമായ കണക്കില്ല, ഇത്ര കിടക്കുന്നുള്ള കണക്കില്ല. കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ കിട്ടാനുള്ളത് വ്യാജമായ ബില്ലുകളും മറ്റും വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ശരി, ഒരു കണക്കാണത്. അദ്ദേഹം പറഞ്ഞ ഒരു കണക്കാണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഞാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കണക്ക് പറഞ്ഞതാണ്, സഭയിൽ പറഞ്ഞ. പിന്നെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, അതിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സെൻട്രൽ പൂളിലേക്കാണ് ഈ പൈസ പോകുന്നത്. ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ കംപ്ലൈ ചെയ്താൽ മാത്രമാണ് സെൻട്രൽ പൂളിലേക്ക് പോകുന്ന പൈസ ക്ലെയിം ചെയ്ത് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ പ്രൊസീജിയർ. ആ പൈസ കിട്ടാൻ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. കേരളമാണ് ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ബിസിനസ് നടക്കുന്ന സംസ്ഥാനമാണ്. പുറത്തു നിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന കൺസ്യൂമർ പോയിന്റിൽ വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ കൊടുത്തിരിക്കുന്ന ടാക്സ് ഇവിടെ വിറ്റു, ആ സാധനം വാങ്ങിച്ച സാധനം ഇവിടെ വിറ്റു എന്ന് പ്രൂവ് ചെയ്താൽ അവിടെ അടച്ച ടാക്സ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അതല്ലേ? അപ്പോൾ അതിനൊരു ഡിക്ലറേഷൻ വേണം. ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസും ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ വെറുതെ GST കൗൺസിലാണ് പോയി പറയേണ്ടത്. ദർ ഈസ് എ പ്രൊസീജിയർ, യു ഹാവ് ടു കംപ്ലൈ വിത്ത് ദാറ്റ് പ്രൊസീജിയർ. നിങ്ങളത് ചെയ്തിട്ടില്ല. അത് ചെയ്താൽ അതിൻ്റെ പണം കിട്ടും. ഞാൻ പറയണത് GST വകുപ്പ് ഡിസ്ഫങ്ക്റ്റാണ്. ഞങ്ങളുടെ അലിഗേഷനാണ്, സീരിയസ് അലിഗേഷനാണ്. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയാണ്. പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, പണം കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ചെയ്യുന്നില്ല. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നികുതി സാർ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു മുഴുവൻ, ക്ഷമയോടുകൂടി. 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ, 2 മിനിറ്റ് കൂടി സംസാരിക്കട്ടെ. തീരുവല്ല, വേണ്ടാത്തൊരു കാര്യം പറയുന്നില്ല. ഇത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ല, അറിയണ്ടേ സാറേ? ഇതിന്നൊക്കെ മറികടക്കണ്ടേ? നമ്മൾ മറികടക്കണ്ടേ? ഞങ്ങളിത് നേരത്തെ, എനിക്കുള്ള വിഷമം, ഞങ്ങളിതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൗസിൽ. ഞങ്ങൾ ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കിഫ്ബി എന്ന് പറയും, എന്ത് ബഹളമായിരുന്നു? എവിടെ കിഫ്ബി? 85,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ട് എവിടെ പോയി കിഫ്ബി? എത്ര? 14,500 കോടിയാ, 15,000 കോടിയാ ചെയ്തിട്ട് നിങ്ങൾ പ്രോജക്റ്റിലേക്ക് പോയതാണ്. നിങ്ങൾ പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ കൊടുത്തു. ഇപ്പം ഇതിൻ്റെ എല്ലാം ബാധ്യത ഈ ധനകാര്യമന്ത്രിയുടെ തലയിലാണ്. പഴയ ധനകാര്യമന്ത്രി നല്ല പണി തന്നിട്ടാണ് പോയത്. അദ്ദേഹം വിചാരിച്ചു ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ സാധാരണ കേരളത്തിൽ UDF ഗവൺമെൻറ് വരും, അപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇരിക്കുമെന്ന് വെച്ചു. ഇത് നിങ്ങളുടെ തലയിൽ തന്നെ വന്നു. കിഫ്ബിയുടെ ബാധ്യത, നിങ്ങൾ പുറത്തുനിന്ന് എടുത്ത കടം, പെൻഷൻ ഫണ്ടിന് വേണ്ടി എടുത്ത കടം കോടാനുകോടി വന്നു. അപ്പം നിങ്ങളുടെ കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് വന്നു. ഞങ്ങളെ ഒബ്ജക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. കിഫ്ബി കൊണ്ടുവന്നപ്പോൾ എക്സ്ട്രാ ബജറ്ററി പർപ്പസിൽ ഇത് ചെയ്താലും ഫൈനലി അത് ബജറ്റിലേക്ക് തിരിച്ചു വരും. അത് സ്റ്റേറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരും, ബജറ്റിൻ്റെ അകത്തേക്ക് വരും. നിങ്ങൾക്കത് ബാധ്യതയാവും എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ആ ബാധ്യത കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയാണ്. കടമെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ് നിങ്ങൾ പറഞ്ഞ 57,600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. കേരളം മുഴുവൻ നവകേരള സദസ്സിൽ പ്രസംഗിച്ചു. സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു. ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. വലിയ ഒരുപാടുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് 57,600 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അങ്ങനെ സംഭവമില്ല. അത് നിങ്ങളൊരു
ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇങ്ങനെ കിട്ടുമായിരുന്നു. അതായത് 5 കൊല്ലത്തേക്കാണ് GSTയുടെ കോമ്പൻസേഷൻ. കേട്ടോ സാർ, 5 കൊല്ലത്തേക്കാണ് കോമ്പൻസേഷൻ. പാർലമെന്റ് പാസ്സാക്കിയ നിയമം വാറ്റിലും അങ്ങനെയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ അത് കിട്ടില്ല. എല്ലാവർക്കും അറിയാം കിട്ടില്ല എന്ന്. അപ്പം ഇവരുടെ കണക്കാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി. അങ്ങനെയൊക്കെയാണ് കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നത് എങ്ങനെ? പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ആ പണം എങ്ങനെ കിട്ടുന്നത്? ശരി, ഇത് നമുക്കൊരു പ്ലാൻ വേണം, നമുക്കൊരു സമീപനം വേണം, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം, അഡ്രസ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്, ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം കേരള ഹാസ് എവർ സീൻ. കേരളം കണ്ട ഏറ്റവും കാര്യപ്രാപ്തി കുറഞ്ഞ ഒരു ടീമാണ് നിങ്ങളുടെ ടീമെന്ന് ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്. ഇലക്ഷനിൽ പറഞ്ഞു. ഓരോ വകുപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചു. പലരും നിങ്ങളെ മന്ത്രിമാരുടെ കഴിവില്ലായ്മയും അതല്ല, വ്യക്തിപരമായ കാര്യമല്ല, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി ആഗ്രഹം വന്നാൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കണം, വിസ്മയം ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹത്തിലൊക്കെ തന്നെ വന്നത്. ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇൻഎഫിഷ്യൻസി ടു ദ കോർ. അതാണ് നിങ്ങളുടെ മുഖമുദ്ര, നിങ്ങളുടെ സർക്കാരിൻ്റെ മുഖമുദ്ര അതാണ്. നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊടുത്ത് വായിച്ച ആളിൽ ചിരിക്കും. ഇങ്ങനെ ചിരിപ്പിച്ച് ഞങ്ങളെ മണ്ണ് കപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നിങ്ങൾ ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണ്, റൈറ്റ് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കേരളത്തിനൊരു പ്രയോറിറ്റി ഉണ്ട്, നമ്മൾ വർഷങ്ങളായി കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോവുക, നിങ്ങൾ വേറെ വഴിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ലതാണ്. സംസ്ഥാനം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഞാൻ ഓരോ വകുപ്പെടുത്തും പറഞ്ഞുതരാം. ഓരോ വകുപ്പും നേരിടുന്ന ക്രൈസിസ്. ലംസൺ ഗ്രാൻറ്റിൻ്റെ പ്രശ്നം ബഹുമാനപ്പെട്ട പട്ടികജാതി മന്ത്രിക്ക് അറിയാമല്ലോ. ഇത്രയും ഒരു ഡിലേ, അവർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിലേ വന്ന കാലം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? കാരണം എന്താ? അത് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നു അന്നൊക്കെ. അത് കൊടുത്തിട്ടേ വേറെ കളിക്കുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ കേരളീയം നടത്തി, ആർഭാടം നടത്തി, ഈ തുലാവർഷ മഴക്കാലത്ത് ചെളിയിൽ ഉത്സവം നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് നവകേരള സദസ്സ് നടത്തി ആർഭാടം നടത്തുകയായിരുന്നു. അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിപ്പോയി. ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ് ഞങ്ങളുടെ. സാർ, ഈ പൊതുഭരണത്തിനെ സംബന്ധിച്ച മറ്റു വകുപ്പുകളെ സംബന്ധിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു. ഹെൽത്ത് മിനിസ്റ്റർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? സർ, ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ പറഞ്ഞ ഒരു കാര്യം വസ്തുതാപരമല്ല. കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് 47 ലക്ഷം ആളുകൾ കോവിഡ് മൂലം മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ കണക്ക് 4,70,000 ആളുകളാണ്. സർ, കേരളം വളരെ കൃത്യമായി ഓരോ കോവിഡ് കേസും ഓരോ ഡെത്തും അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ്. കേരളത്തിൽ 72,000-ഓളം കോവിഡ് ഡെത്തുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് സർ. നമ്മൾ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നു, നമുക്ക് മുൻപേ നടന്നവരും എത്രയോ വർഷങ്ങളായി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് സർ. അതുകൊണ്ടൊരു മഹാമാരിയെ സംബന്ധിച്ചും രോഗത്തെ സംബന്ധിച്ചും ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ വിരോധം മൂലമുള്ള അദ്ദേഹം എന്തും സഭയിൽ പറയാമെന്നുള്ളൊരു നില ഉണ്ടാകരുത് സാർ. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യണം. കേരളം വളരെ കൃത്യമായി തന്നെ ഡേറ്റ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. നിലവിൽ ഇവിടെയുള്ള ഓരോ കേസും കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുകയും ഡെത്ത് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ള ഏത് ബഹുമാനപ്പെട്ട അംഗത്തിനും അത് പരിശോധിക്കാവുന്നതുമാണ്.